ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു സാഹചര്യത്തിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതൊരു ടാസ്ക് തന്നെയാണല്ലേ. രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അതിനിടയിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അതിലൊരാളെ സ്കൂളിൽ പറഞ്ഞു വിടണം. കൃത്യസമയത്ത് എല്ലാം തന്നെ ആവും, ബസ് വരുമൊക്കെ ചെയ്യും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതാത് ടൈമിൽ ഒരു ടൈം തെറ്റാതെ പോലെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ ആൾ പിന്നെ സ്കൂളിലൊന്നും പോകുന്നില്ല. ആൾ എഴുന്നേറ്റ് വന്ന വരവാണ് ഈ കാണുന്നത്. ചെറിയ ബേബി ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നാലും അധികം പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആളെ കൊണ്ട് വലിയ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ഒരാളും കൂടിയാണ് കേട്ടോ കുഞ്ഞ്. 2.5 വയസ്സേ ഉള്ളൂ. എന്നാൽ പോലും അവിടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു കൊടുക്കുള്ളൂ കേട്ടോ. ആ ഒരു ഉറക്കപ്പിച്ചിൽ നിൽക്കുന്ന കേട്ടോ. എന്നാലേ ഓരോ അമ്മമാരും ഓരോ പാരൻസും എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ലൈഫിൽ എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. കുഞ്ഞു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതിനിടയിൽ പഠിക്കുന്നുമുണ്ട്. അവൾക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കുവാണല്ലോ. അവൾക്കെന്നല്ല, എല്ലാ കുട്ടികൾക്കും എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്ന് അവൾക്ക് മാത്സ് ആയിരുന്നു കേട്ടോ എക്സാം. സോ അത് പഠിക്കുവാണ്. അതിനിടയിൽ അവൾ ചോദിക്കുന്നുണ്ട് ഓരോരോ ഡൗട്ട്. സൺഡേ മൺഡേ ഒക്കെ അറിയാതെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ തന്നെ പറയും, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും സന്തോഷം. പഠിക്കട്ടെ, എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ പഠിക്കട്ടെ, എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ എക്സാം എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ ഒന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഫോളോ ചെയ്യുക. ബൈ.